ലഹരിക്കടിമപ്പെട്ടവരെ ഒറ്റപ്പെടുത്തുകയാണോ വേണ്ടത്? ഒരിക്കലുമല്ല. അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു രോഗമാണ്. രോഗിയെ ഉപേക്ഷിക്കുകയല്ല, മറിച്ച് വേണ്ട ചികിത്സകൾ ലഭ്യമാക്കുകയാണ് വേണ്ടത്. അവരെ ഒറ്റപ്പെടുത്തുന്നതിലൂടെ അവരെ നമ്മൾ കൂടുതൽ ലഹരിയിലേക്ക് അടുപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പലരും ചോദിക്കാറുണ്ട്, ലഹരി ഉപയോഗിക്കുന്നവരെ ശിക്ഷിക്കുകയോ ഉപദേശിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ അവർ സ്വയം തീരുമാനിക്കുന്നതിലൂടെയല്ലേ നമുക്ക് അവരെ ലഹരിയിൽ നിന്ന് വിമുക്തമാക്കാൻ സാധിക്കുകയുള്ളൂ? അതിന് മറ്റൊരു ചികിത്സയോ അല്ലെങ്കിൽ ഒരു അഡിക്ഷൻ സെന്ററിൽ പോയി അഡ്മിറ്റ് ആവേണ്ട കാര്യമൊക്കെ ഉണ്ടോ എന്നുള്ളത്. ഒരാൾ ലഹരി ഉപയോഗിക്കുന്ന സമയത്ത് അയാളുടെ ശരീരത്തിനകത്ത് ഡോപ്പമിൻ പോലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇതവർ ലഹരി ഉപയോഗം നിർത്തുമ്പോഴും ഇതുപോലെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് വലിയ രീതിയിലുള്ള വ്യതിയാനങ്ങൾ സംഭവിക്കും. ഇത് അയാളിൽ ശാരീരികപരമായും മാനസികപരമായിട്ടും ഒരുപാട് ലക്ഷണങ്ങൾ കാണിക്കുന്നു. ഇതിനെയാണ് നമ്മൾ വിത്ഡ്രോവൽ സിംറ്റംസ് എന്ന് പറയുന്നത്. പലരിലും ഡെലീറിയം, അതുപോലെ തന്നെ മരണത്തിന് വരെ കാരണമാക്കാവുന്ന രീതിയിലുള്ള അപസ്മാരം പോലുള്ള ശാരീരിക ലക്ഷണങ്ങൾ കാണിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ മാനസികപരമായിട്ട് ആങ്സൈറ്റി, ഡിപ്രഷൻ പോലുള്ള സിംറ്റംസും കാണിക്കുന്നവരുണ്ട്. നമുക്കറിയാലോ, വിഷാദ രോഗം ആത്മഹത്യയിലേക്ക് വരെ എത്തിക്കാവുന്നതാണ്. ഇതുപോലെ മരണത്തിന് വരെ കാരണമാക്കാവുന്ന പല ലക്ഷണങ്ങളും ഒരാൾ ലഹരി നിർത്തുന്ന സമയത്ത് അയാളിൽ കാണിക്കും. ഈ സമയത്ത് നമ്മൾ വിദഗ്ധ ചികിത്സ അവർക്ക് നൽകുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ക്യൂ ഡിപ്പെൻഡന്റ് മെമ്മറി എന്ന് പറയും. ഉദാഹരണത്തിന്, ഒരാൾ അയാളുടെ മുറിയിൽ ഇരുന്നു കൊണ്ടാണ് ലഹരി ഉപയോഗിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാളുടെ സുഹൃത്തുക്കളുടെ കൂടെയൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ, ആ സാഹചര്യം വീണ്ടും കാണുന്ന സമയത്ത് അല്ലെങ്കിൽ അയാൾ ആ സാഹചര്യത്തിൽ വീണ്ടും നിൽക്കുന്ന സമയത്ത് അയാൾക്ക് ഈ ലഹരി ഉപയോഗിക്കാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ലഹരി ഉപയോഗത്തിലേക്ക് അയാൾ തിരിച്ചു പോവാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ആ സാഹചര്യത്തിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് വേണ്ട രീതിയിലുള്ള സയന്റിഫിക് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡിലൂടെ മാത്രമേ നമുക്ക് ഈ അഡിക്ഷൻ ഒരാളിൽ നിന്ന് പൂർണ്ണമായി മാറ്റുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇനി എന്താണ് ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ നടക്കുന്ന പ്രോസസ് എന്നുള്ളത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാവുന്നതാണ്.